ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രാഞ്ച് അക്കൗണ്ടാണ്. ബ്രാഞ്ചിൻ്റെ മീനിങ്ങും ഹെഡ് ഓഫീസിൻ്റെ മീനിങ്ങും ബ്രാഞ്ചിൻ്റെ ഫീച്ചേഴ്സുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നൊരു ടോപ്പിക്കാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നോക്കുക. എന്താണ് ബ്രാഞ്ച്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ബ്രാഞ്ച്. അതായത് നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞത് വലിയ ഷോപ്പിൻ്റെ ഒരു ബ്രാഞ്ചാണ് എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. അപ്പം എന്താണ് ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്? നോക്കാം. എ ബ്രാഞ്ച് ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓർ സബ് ഡിവിഷൻ ഓഫ് എ ലാർജ് ബിസിനസ്. ഒരു വലിയ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ലാർജ് ബിസിനസ്സിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. It's a chain of shops functioning in different localities under the control of head office. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ലാർജ് ബിസിനസ്സിന്റെ സബ് ഡിവിഷൻ ആണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ലാർജ് ബിസിനസ് എന്ന് പറഞ്ഞല്ലെങ്കിൽ അതിൻ്റെ ആദ്യം അവർ തുടങ്ങിയ ഷോപ്പാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഓഫീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഹെഡ് ഓഫീസിന്റെ തന്നെ സെയിം ബിസിനസ് മറ്റേതെങ്കിലും ഡിഫറെൻ്റ് ലൊക്കാലിറ്റീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അതായത് ഒരു മെയിൻ ബിസിനസ് ഉണ്ടാവും, അതിൻ്റെ തന്നെ അതായത് അവർ സക്സസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഡിഫറെൻ്റ് ലൊക്കാലിറ്റീസിൽ തുടങ്ങുന്നതിനെയാണ് അതിൻ്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇറ്റ് ഈസ് എ ചെയിൻ ഓഫ് ഷോപ്സ് ഫംഗ്ഷനിങ് ഇൻ ഡിഫറെൻ്റ് ലൊക്കാലിറ്റീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന്റെ കൺട്രോളിൽ ഡിഫറെൻ്റ് ലൊക്കാലിറ്റീസിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഷോപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ബ്രാഞ്ചസ് are sections or divisions of an enterprise located in different places controlled by head office. ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷൻസ് അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ആണ് ഓർ ഡിവിഷൻസ് ആണ്. അതായത് ഒരു മെയിൻ ബിസിനസിന്റെ ഡിവിഷൻ ആണ്. ശരിക്കും മെയിൻ ബിസിനസ് തന്നെയാണ് ഇവരുടെ ബ്രാഞ്ചസിലും നടക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു പ്രിൻസിപ്പൽ ഓഫീസ് അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. അതിൻ്റെ തന്നെ ഷോപ്പായിട്ട് ഡിഫറെൻ്റ് ലൊക്കാലിറ്റീസിൽ ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. Branches are sections or divisions of an enterprise located in different places controlled by head office. ഈ ബ്രാഞ്ചസിന്റെ മൊത്തം കൺട്രോളും ആരുടെ കയ്യിലായിരിക്കും? ഹെഡ് ഓഫീസിന്റെ കയ്യിലായിരിക്കും. അപ്പൊ നോക്കുക, എന്താണ് ഹെഡ് ഓഫീസ്? ഓക്കെ, there can be no branch without a head office. അതായത് ഹെഡ് ഓഫീസ് ഇല്ലാതെ ഒരു ബ്രാഞ്ചിനും നിലനിൽപ്പില്ല. അപ്പൊ ബ്രാഞ്ചസ് ഉണ്ടാവണമെങ്കിൽ അതിന് മെയിൻ ആയിട്ട് ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ ഓഫീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നതായിരിക്കും ആദ്യം അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഹെഡ് ഓഫീസ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഡിഫറെന്റ് ലൊക്കാലിറ്റീസിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഹെഡ് ഓഫീസിന്റെ കൺട്രോൾ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കണമെങ്കിൽ അതിന് മെയിൻ ആയിട്ട് ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. ഹെഡ് ഓഫീസ് ഇല്ലാതെ ബ്രാഞ്ചസ് ഉണ്ടാവില്ല. There can be no branch without a head office. A head office is the principal place of business or the parent establishment. അതായത് നമ്മൾ പറഞ്ഞു ഈ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ പ്രിൻസിപ്പൽ പ്ലേസ്, അതായത് ആദ്യം തുടങ്ങി അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ആണ് ഈ നമ്മൾ ഹെഡ് ഓഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അവർ തുടങ്ങിയ ബിസിനസ് ആയിരിക്കും ഈ ഹെഡ് ഓഫീസ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആ ഓഫീസാണ് അല്ലെങ്കിൽ ആ ബിസിനസ് ആണ് ഹെഡ് ഓഫീസ് എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പാരന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയാം. അതായത് ഒരു പാരന്റ് കമ്പനി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതാണ് ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹെഡ് ഓഫീസ് വിച്ച് എസ്റ്റാബ്ലിഷസ് ബ്രാഞ്ചസ്. അതായത് ബ്രാഞ്ചസ് തുടങ്ങുന്നത് ഈ ഹെഡ് ഓഫീസ് ആണ്. ഒരു മെയിൻ ആയിട്ട് ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാവും. ആ ഹെഡ് ഓഫീസ് ആണ് അവരുടെ ബ്രാഞ്ചസ് തുടങ്ങുന്നത്, ഡിഫറെന്റ് ലൊക്കാലിറ്റീസിൽ തുടങ്ങുന്നത്. ഇറ്റ് ഗിവ്സ് ഡയറക്ഷൻസ് ടു ബ്രാഞ്ചസ്. ബ്രാഞ്ചസിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നതും ബ്രാഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹെഡ് ഓഫീസ് തന്നെയാണ്. ഇറ്റ് ഗിവ്സ് ഡയറക്ഷൻസ് ടു ബ്രാഞ്ചസ്. ഇറ്റ് കൺട്രോൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദി ബ്രാഞ്ചസ്. അതായത് ബ്രാഞ്ചസിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നു, ബ്രാഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് മൊത്തം കൺട്രോളും ആരുടെ കയ്യിലായിരിക്കും? ഹെഡ് ഓഫീസിന്റെ കയ്യിലായിരിക്കും. അപ്പൊ ബ്രാഞ്ചിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആരാണ്? ഹെഡ് ഓഫീസ് ആണ്. ഹെഡ് ഓഫീസ് പറയുന്ന രീതിയിലാണ് ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നത്? ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? ബ്രാഞ്ചും അതേപോലെ ഹെഡ് ഓഫീസും. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെയിൻ ബിസിനസ് ഡിഫറെന്റ് ലൊക്കാലിറ്റീസിൽ അവരുടെ ഷോപ്സ് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ആ പാരന്റ് എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മൾ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ചിനും ഹെഡ് ഓഫീസ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ ബ്രാഞ്ചസിനെ കൺട്രോൾ ചെയ്യുന്നതും ബ്രാഞ്ചസിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കുന്നതും ഒക്കെ ആര് തന്നെയാണ്, ഹെഡ് ഓഫീസ് തന്നെയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് എ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതായത് ബ്രാഞ്ച് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. അതായത് ബ്രാഞ്ച് ശരിക്കും ഹെഡ് ഓഫീസിന്റെ തന്നെ ഒരു ഭാഗമാണ് ബ്രാഞ്ച്, അല്ലാതെ പുതിയൊരു എന്താണ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല ബ്രാഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഹെഡ് ഓഫീസിന്റെ തന്നെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ തന്നെ സബ് ഡിവിഷൻ ആണ് ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പുതിയൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല, പുതിയൊരു ബിസിനസ് അല്ല. ഈ എന്താണ് ഹെഡ് ഓഫീസിന്റെ തന്നെ ഒരു എന്താണ് പാർട്ടാണ് ശരിക്കും ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല എന്ന് പറയുന്നത്. കാരണം ഇത് ഹെഡ് ഓഫീസിന്റെ തന്നെ ഭാഗമാണ്, ഹെഡ് ഓഫീസിന്റെ തന്നെ പാർട്ടാണ്, അല്ലെങ്കിൽ ഹെഡ് ഓഫീസിന്റെ തന്നെ എക്സ്റ്റൻഷൻ ഓർ സബ് ഡിവിഷൻ ആണ് ശരിക്കും ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല, പുതിയൊരു സെപ്പറേറ്റ് ബിസിനസ് അല്ല ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കാം, ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ. ഇതൊരു സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ ആണ്. കാരണം നമ്മൾ പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല, പക്ഷെ ബ്രാഞ്ചസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇതിപ്പോ ഒരു ഹെഡ് ഓഫീസിന് കീഴിൽ, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാണ്, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ണൂരാണ് ഹെഡ് ഓഫീസ് എന്ന് വിചാരിക്കാം. ഓക്കെ, ബ്രാഞ്ചസ് വരുമ്പോൾ ഒന്ന് കാസർഗോഡ് ബ്രാഞ്ച് ഉണ്ട്, കൊല്ലം ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ കണ്ണൂരാണ് ഹെഡ് ഓഫീസ്, കാസർഗോഡ് ഒരു ബ്രാഞ്ച് ഉണ്ട്, കൊല്ലത്ത് ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഈ രണ്ട്, അതായത് കണ്ണൂരുള്ള ഹെഡ് ഓഫീസും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ കാസർഗോഡുള്ള ബ്രാഞ്ചും കൊല്ലത്തുള്ള ബ്രാഞ്ചും എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ടും എന്ത് തന്നെയാണ്, പ്രോഫിറ്റ് സെന്റർ തന്നെയാണ്. ഇവർ രണ്ടും ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി തന്നെയാണ്, പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ബ്രാഞ്ചസും എന്തുണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്താണ് ഒരു സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ. അതായത് ഇവിടെ ഹെഡ് ഓഫീസിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഇവർ ഫംഗ്ഷൻ ചെയ്യുന്നതെങ്കിലും ഇവരൊരു സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ ആണ്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവരുടെ ബിസിനസ്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാസർഗോഡ് ഉള്ള ബ്രാഞ്ചസിനും സെപ്പറേറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കൊല്ലത്തുള്ളതിനും സെപ്പറേറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, കണ്ണൂരുള്ള ഹെഡ് ഓഫീസും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ബ്രാഞ്ചസും ഒരു സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ ആണ്. ഓക്കെ, then third one, its operations are controlled by head office. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബ്രാഞ്ചസിന്റെ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസ് ആണ്. then it sells the same goods or services as sold by the head office. അതായത് ഇവിടെ പറയുന്നത് ഹെഡ് ഓഫീസ് എന്താണോ, എന്ത് ഗുഡ്സ് ആണോ എന്ത് സർവീസ് ആണോ വിൽക്കുന്നത്, അതേ ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെ ആയിരിക്കും ആര് വിൽക്കുന്നതും, ബ്രാഞ്ചസ് വിൽക്കുന്നതും. ഹെഡ് ഓഫീസ് ഇപ്പോൾ ഹെഡ് ഓഫീസ് ടൂ വീലർ ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ബ്രാഞ്ചസും എന്ത് തന്നെയായിരിക്കും, ടൂ വീലേഴ്സ് തന്നെ ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണോ ഹെഡ് ഓഫീസ് ഡീൽ ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, അതേ സെയിം ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിരിക്കും ആര് ഡീൽ ചെയ്യുന്നത്, ബ്രാഞ്ചസ് ഡീൽ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഒരു കാര്യം, ചില സമയത്ത് ഹെഡ് ഓഫീസ് കൊടുക്കുന്ന ഗുഡ്സ് മാത്രമായിരിക്കും ബ്രാഞ്ചസ് വിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബ്രാഞ്ചസ് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് ആയിരിക്കും കൂടുതൽ കേസിലും ബ്രാഞ്ചസ് സെയിൽ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ബ്രാഞ്ചസ് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നും ഉണ്ടാവാം. അപ്പോൾ സെയിം ഗുഡ്സ്, ഹെഡ് ഓഫീസ് വിൽക്കുന്ന സെയിം ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെ ആയിരിക്കും ആരും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരും വിൽക്കുന്നത്, ബ്രാഞ്ചസും വിൽക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, ക്യാപിറ്റൽ ഇൻ ദ ബ്രാഞ്ചസ് ഇൻവെസ്റ്റഡ് ബൈ ദി ഹെഡ് ഓഫീസ്. അതായത് നമ്മൾ പറഞ്ഞു ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസ് ആണ്. ഹെഡ് ഓഫീസിന്റെ എക്സ്റ്റൻഷൻ ആണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാഞ്ചസ് തുടങ്ങുന്നത് ആരാണ്, ഹെഡ് ഓഫീസ് ആണ്. അപ്പൊ ബ്രാഞ്ച് തുടങ്ങാനുള്ള എന്താണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ് ഓണർ ഇൻവെസ്റ്റ് അല്ലെങ്കിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ് തുടങ്ങുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ഇൻ ദ ബ്രാഞ്ചസ് ഇൻവെസ്റ്റഡ് ബൈ ദ ഹെഡ് ഓഫീസ്. അതായത് ബ്രാഞ്ചസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസ് ആണ്. ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ച് തുടങ്ങുന്നത്. അപ്പൊ ഹെഡ് ഓഫീസ് ആണ് എമൗണ്ട് എന്താണ് ബ്രാഞ്ചസ് തുടങ്ങാനുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ഹെഡ് ഓഫീസ് ആണ്. ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ച് കൺട്രോൾ ചെയ്യുന്നത്, ഹെഡ് ഓഫീസ് ആണ് ബ്രാഞ്ചിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞത് എ ബ്രാഞ്ച് മേ ബി ഡിപ്പെൻഡന്റ് ആവാം, ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആവാം, ഫോറിൻ ബ്രാഞ്ച് ആവാം. ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിപ്പെൻഡന്റ്, അതായത്
ഫുള്ളി എന്താണ് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബ്രാഞ്ച് ആവാം, ഇൻഡിപെൻഡന്റ് ബ്രാഞ്ച് ആവാം. അതായത് എല്ലാ കാര്യത്തിനും എന്താണ് ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ബ്രാഞ്ച് ആയിരിക്കാം, ചിലപ്പോൾ ഫോറിൻ ബ്രാഞ്ച് ആയിരിക്കാം. അതായത് ഹെഡ് ഓഫീസ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ബ്രാഞ്ച് ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ളതാണെങ്കിൽ ഫോറിൻ ബ്രാഞ്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ബ്രാഞ്ച് മേ ബി ഇൻഡിപെൻഡന്റ് ആൻഡ് ഫോറിൻ ബ്രാഞ്ചസ്. അപ്പോൾ ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഒന്ന്, ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല, പക്ഷേ ഇതൊരു സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ ആണ്. പ്രോഫിറ്റ് ഓരോ ബ്രാഞ്ചിനും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ദെൻ ഓരോ ബ്രാഞ്ചിനും ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്, ഡയറക്ഷൻസ് കൊടുക്കുന്നത് ഹെഡ് ഓഫീസാണ്. ദെൻ ഹെഡ് ഓഫീസ് വിളിക്കുന്ന സെയിം ഗുഡ്സ് ആൻഡ് സർവീസസ് തന്നെയാണ് ആര് വിൽക്കുന്നതും, ബ്രാഞ്ചസ് വിൽക്കുന്നതും. അത് ചിലപ്പോൾ ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഗുഡ്സ് ആവാം, ചിലപ്പോൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആവാം. അത് നമുക്ക് വഴി നോക്കാം. ഓക്കെ, ദെൻ ബ്രാഞ്ചസ് തുടങ്ങാനുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ദെൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആവാം, ഇൻഡിപെൻഡന്റ് ആവാം, ഫോറിൻ ബ്രാഞ്ചസ് ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രാഞ്ചിന്റെ മീനിങ്, ഹെഡ് ഓഫീസ്, അതേപോലെ ബ്രാഞ്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.